തോട് വൃത്തിയാക്കുന്നതിന്റെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയിക്കായുള്ള തിരച്ചിൽ 4 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോൾ ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, സാധ്യതകളെക്കാൾ കൂടുതൽ വെല്ലുവിളികൾ ഏറെയുള്ള ഒരു രക്ഷാദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മറ്റു വേസ്റ്റുകൾ കുന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ടോക്സിക് ഗ്യാസുകളുടെ സാധ്യത ഉണ്ടാകുന്നു. അതുകൊണ്ട് ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന ദുഷ്കരം. ഒപ്പം സ്കൂബ ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നു, ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും പ്ലാസ്റ്റിക് അതിന്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറുന്നു. അതുകൊണ്ട് തന്നെ സ്കൂബ ഡൈവിങ്ങിന് വെല്ലുവിളി. അങ്ങനെ വെല്ലുവിളികൾ ഏറെയുള്ള രക്ഷാദൗത്യത്തിൽ ഇനി എന്താണ് നമ്മുടെ സേനയുടെ മുന്നിലുള്ള വഴികൾ? ഏതൊക്കെ രീതിയിൽ ഈ ഒരു ജോയിയെ തിരിച്ചെത്തിക്കാൻ ശ്രമമാണ് അവർ ആലോചിക്കുന്നത്? ഹരികൃഷ്ണൻ. സുഖീൽ, അതുതന്നെയാണ്. അതായത് ഇതൊരു നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണെന്നുള്ളതാണ്. അതായത് ഈ മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ ഈ മാലിന്യ മല എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് അപ്പുറത്തേക്കാണ്, അല്ലെങ്കിൽ ഈ കാണുന്നതിനേക്കാൾ 3 ഇരട്ടിയോ 5 ഇരട്ടിയോ അതിനപ്പുറത്തേക്കാണ്. അതായത് വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടിയ മാലിന്യമാണ്. ഈ മാലിന്യം മുഴുവനായി മാറ്റിയെങ്കിൽ മാത്രമേ അതായത് ഈ ടണലിൻ്റെ മുഖഭാഗത്തുള്ള ഈ മാലിന്യം മുഴുവനായി മാറ്റിയെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയം, ടണലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയമുള്ള ഈ ജോയിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവർ മാറ്റുന്നതിനനുസരിച്ച്, അതായത് ഈ മാലിന്യം മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മാലിന്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതായത് ഈ തോടിൻ്റെ ഭാഗത്ത് ഈ രക്ഷാപ്രവർത്തകർ ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത്തരത്തിലൊരു ഇരുമ്പ് മറ ഉണ്ട്. അവിടെ കുറേ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അതിന് ഇരട്ടിയാണ് അപ്പുറത്തേക്ക് ടണലിലേക്ക് ഒഴുകി ചെന്നിരിക്കുന്നത് എന്നുള്ളത്. അതെന്തായാലും വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടിയ മാലിന്യമാണ് എന്നുള്ളതാണ്. ഇത് ഈ കോർപ്പറേഷൻ മേയർ അടക്കം നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അതായത് ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്, അവരാണ് ഇത് മാറ്റേണ്ടത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും കോർപ്പറേഷൻ ഇതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് അത്ര അനുചിതമായ ഒരു കാര്യമല്ല. കാരണം ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവഴി അല്ലെങ്കിൽ കൈത്തോട് എന്നുള്ളത് തന്നെയാണ്. ഇത് പാർവതി പുത്തനാറിലേക്കാണ് ചെന്ന് നീങ്ങുന്നത്. ഈ നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി മാലിന്യങ്ങൾ, അതായത് ആശുപത്രി മാലിന്യങ്ങളടക്കം, ആഹാരാവശിഷ്ടങ്ങളടക്കം, റെയിൽവേയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, റോഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ, സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളടക്കം ഇവിടെ എത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കടന്നു. ഇതൊക്കെ കൃത്യമായി മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി അമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായി നിരവധി അപകടങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് വീണ്ടും അത് വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ പെയ്യുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ നല്ല രീതിയിലുള്ള ഈ അടിയൊഴുക്കുണ്ടാകുന്നു. ആ അടിയൊഴുക്കിൽ ഈ വൃത്തിയാക്കിക്കൊണ്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോയിക്ക് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. മറ്റു തൊഴിലാളികൾ ആവശ്യപ്പെട്ടെങ്കിലും കയറാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തരത്തിലൊരു അപകടത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്, കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെയായാലും ഈ കോർപ്പറേഷനും അതേപോലെ തന്നെ റെയിൽവേയും പരസ്പരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഴി ചാരുന്നുണ്ട്. റെയിൽവേക്ക് ഇതുമായി ബന്ധമില്ല എന്ന് റെയിൽവേ പറയുമ്പോൾ കോർപ്പറേഷൻ അല്ല ഇതിൻ്റെ ഉത്തരവാദിത്വമെന്ന് അവരും പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൈവളർത്തുന്നു, പരസ്പരം പഴി ചാരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു മനുഷ്യജീവൻ അത് ഇതിനകത്ത് പെട്ടുകിടക്കുകയാണ്, മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുകയാണ്. അത് രക്ഷിക്കാനുള്ള ഊർജിതമായ ശ്രമമാണ് തുടരുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ മറ്റ് തൊഴിലാളികളുണ്ട്. ഇത് സ്കിൽഡ് ആയിട്ടുള്ള, അതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ അടക്കം സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇരുമ്പ് മറ, അതായത് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് വലിയ ഇരുമ്പ് മറകൾ ഇതിലേക്ക് അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് അറുത്തുമാറ്റി അവിടേക്ക് ഹിറ്റാച്ചി ഇറക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഏതായാലും ഈ ജീവനക്കാർ വലിയ രീതിയിലുള്ള ഊർജിതമായ ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ 4 മണിക്കൂറായി മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധ ചെലുത്താതെ ഇത്തരത്തിൽ ഈ ജോലിയിൽ എത്രയും വേഗം ആ മനുഷ്യജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ അല്പം ഒരു 1.5 മണിക്കൂറായി മാറി നിൽക്കുന്നത് ഒരു ആശ്വാസമാണ്. ഈ നീരൊഴുക്ക്, അതായത് തോട്ടിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതും ഇത്തരത്തിൽ ആശ്വാസകരമാണ്. ഈ രക്ഷാദൗത്യത്തിനത് ആശ്വാസകരമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ടീമും കോർപ്പറേഷൻ ജീവനക്കാരും എത്തരത്തിൽ
ഈ തരത്തിൽ ശ്രമങ്ങൾ നടത്തുകയാണ്, രക്ഷാദൗത്യം അല്ലെങ്കിൽ ആ തരത്തിൽ ഈ ജോയിയെ, ഈ മാരായവട്ടം സ്വദേശിയായ ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. അയാൾ വളരെ വൈദഗ്ധ്യമുള്ള, അതായത് ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഇത്തരത്തിൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വെള്ളം ഒലിച്ചു വന്നതാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മാലിന്യം നീക്കം ചെയ്യുന്നതിനായി മാലിന്യം വരുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിച്ചിരുന്നു. അതുമാത്രമല്ല ഈ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ ആയിരിക്കാം പെട്ടെന്ന് ഇത്തരത്തിലൊരു മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് റെയിൽവേ പോയത്. അങ്ങനെ റെയിൽവേ ഈ കരാർ കൊടുക്കുന്നു. ആ കരാർ ജീവനക്കാരനുള്ളിലേക്ക് രാവിലെ ഇന്ന് ശക്തമായ മഴയുള്ള സാഹചര്യത്തിൽ ഇതിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ പോലും റെയിൽവേ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾ, അതായത് ഇന്ന് പ്രവൃത്തിക്കുള്ള ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്തു. അതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു മനുഷ്യജീവൻ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ്, മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ജീവൻ ഒരാപത്തും സംഭവിക്കാതെ ജോയ് തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന. അതിനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്, അത് പുരോഗമിക്കുകയാണ്. മാലിന്യ കൂമ്പാരം, മാലിന്യമല, അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് മാറ്റുന്നതിനനുസരിച്ച് ഈ ടണലിൻ്റെ മുഖഭാഗത്ത് നിന്ന് കൂടുതൽ മാലിന്യങ്ങൾ വരുന്നു. അതും പഴകിയ മാലിന്യങ്ങൾ ആണ്, അതായത് വർഷങ്ങളുടെ പഴക്കമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റു കാര്യങ്ങളൊക്കെയും ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നു. അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത്, മാറ്റുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഒരു തവണയും 2 തവണ അല്ലെങ്കിൽ 4 തവണയോ 5 തവണയോ മാറ്റിയാൽ തീരാത്ത അത്രയും മാലിന്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇത് വകഞ്ഞു മാറ്റി, ഇത് കോരി മാറ്റിയതിന് വേണം ഈ ടണലിനകത്തേക്ക് ഈ ജോയിയെ പരിശോധിച്ചിറങ്ങാൻ അല്ലെങ്കിൽ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്താനുള്ളത് എന്നുള്ളതാണ്. അത് ഏറ്റവും ശ്രമകരമായ, ദുഷ്കരമായ ദൗത്യമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയമല്ലെങ്കിലും അനാസ്ഥയുണ്ട്, ആ കാര്യത്തിൽ കൈയൊഴിയാൻ ആർക്കുമാകില്ല. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ജോയി എന്ന മനുഷ്യജീവന് തന്നെയാണ് പ്രാധാന്യം. ജോയിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. പല രീതികളിലാണ് രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോയി ഒഴുക്കിൽപ്പെട്ട ഇടത്ത്, ഏകദേശം 1-ാം പ്ലാറ്റ്ഫോമിനടുത്ത് ഈ തോടിന് തീരത്തുള്ള ഇരുമ്പ് ഗ്രില്ലുകൾ പൊളിച്ച് അവിടെ ഹിറ്റാച്ചി ഇറക്കി നിലവിൽ ഈ രക്ഷാദൗത്യത്തിന് ഏറ്റവും പ്രതിസന്ധി ആയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തു മാറ്റി പിന്നീട് അതിലേക്ക് സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങി അത്തരത്തിലൊരു രക്ഷാദൗത്യമാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.